രാജസ്ഥാന്റെ അതിർത്തി കടന്ന പാക് റേഞ്ചറെ BSF കസ്റ്റഡിയിലെടുത്തു എന്നതാണ് കശ്മീരിൽ നിന്ന് പുറത്തുവരുന്ന കശ്മീരുമായി ബന്ധപ്പെട്ട പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നയതന്ത്ര നടപടികൾ ശക്തമാക്കിയതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യ. വാണിജ്യ ഇറക്കുമതി നിരോധന നയം, കപ്പലുകളുടെ വിലക്ക്, പാകിസ്ഥാന് ഇതൊക്കെ കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. നയതന്ത്ര ഇടപെടലുകൾ, നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരുന്നു. ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയുള്ള ദിവസം മുതൽ ഇന്ത്യ അതിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രതിസന്ധികൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. ഭീകരരെ ഉടൻ തന്നെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ്. പല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള തെളിവുകളിലേക്ക് അന്വേഷണ സംഘം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ISIS-ന് അതിലുള്ള ബന്ധം, ലഷ്കർ-ഇ-തോയ്ബ സംഭവം ഏറ്റെടുത്തിരുന്നു, ഈ ആക്രമണം ഏറ്റെടുത്തിരുന്നു. പാകിസ്ഥാന് ഇതിലുള്ള പങ്ക് എന്നതിലേക്കൊക്കെ അന്വേഷണം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെതിരെ സമ്മർദ്ദം ശക്തമാക്കാനുള്ള നീക്കങ്ങൾ കൂടി തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ എന്നതൊക്കെയാണ് കാശ്മീരിൽ നിന്ന് പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. റഷീദാണ് ഇന്ന് ആദ്യം ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഈ വാർത്തയിലുള്ള വിവരങ്ങളുമായി എനിക്കൊപ്പം ചേരുന്നത്. റഷീദിലേക്ക് പോകുന്നു. റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അന്ന. റഷീദ്, കഴിഞ്ഞ ഒരാഴ്ച പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള വാർത്തകൾ, കശ്മീർ കേന്ദ്രീകരിച്ചുള്ള വാർത്തകളിൽ തന്നെയായിരുന്നു നമ്മുടെ വാർത്തകൾ ഒക്കെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പുതിയ വിവരങ്ങൾ വരികയാണ്. അന്വേഷണ സംഘത്തിന് ഭീകരരെ ഉടൻ തന്നെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. ഒപ്പം പാകിസ്ഥാന്റെ എതിരെ നയതന്ത്ര ഇടപെടലുകൾ കർശനമാക്കുകയാണ് ഓരോ ദിവസവും ഇന്ത്യ എന്നതുണ്ട്. BSF ഇന്നലെ രാജസ്ഥാൻ അതിർത്തി കടന്ന ഒരു പാക് റേഞ്ചറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്, എങ്ങനെയൊക്കെയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ നടക്കുന്നത്? അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരരെ പിടികൂടാനായിട്ട് സൈനികവും അതോടൊപ്പം മറ്റു സുരക്ഷാ ഏജൻസികളൊക്കെ തന്നെയും മുന്നോട്ട് പോകുന്ന സമയത്തും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ തിരക്കിൽ തന്നെയായിരുന്നു ദില്ലിയും അതോടൊപ്പം നമ്മളും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. എന്തായാലും ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകാനുള്ള തുടർ നടപടികളിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെയും പാകിസ്ഥാന് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ഈ വിവിധ മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണ പറക്കലുകളും അതോടൊപ്പം മിസൈലുകളുടെ പരീക്ഷണങ്ങളൊക്കെ തന്നെയും നടന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട എയർഷിപ്പ് വിക്ഷേപണവും നടന്നിട്ടുണ്ട്. ആഗ്രയിലാണ് ഇതുമായി ബന്ധപ്പെട്ട എയർഷിപ്പ് വിക്ഷേപണം നടന്നിട്ടുള്ളത്. പ്രധാനമായും ഇൻ്റലിജൻസ് നിരീക്ഷണത്തിന് വേണ്ടി 17 കിലോമീറ്ററോളം ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന എയർഷിപ്പാണ് ഇന്ത്യ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. അത്തരത്തിൽ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് ഇന്ത്യ പോകും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നാവികസേനയുടെയും അതോടൊപ്പം മറ്റു സേനാ വിഭാഗങ്ങളുടെ മേധാവികളൊക്കെ തന്നെയും പുറത്തുവിടുന്ന വിവരങ്ങൾ. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ഭീകരർക്കായിട്ടുള്ള തിരച്ചിൽ അനന്ത്നാഗിലും അതോടൊപ്പം കുപ്വാര മേഖലകളിലൊക്കെ തന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഭീകരനായിട്ടുള്ള ഹാഷിം മൂസ ഇപ്പോഴും അനന്ത്നാഗ് വനമേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അന്വേഷണ സംഘത്തിനും അതോടൊപ്പം സുരക്ഷാ സേനയ്ക്കും ലഭ്യമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ മേഖല വളരെ നിർണായകമായിട്ടുള്ള രീതിയിൽ തന്നെ ഇത്തരത്തിൽ ശക്തമായി വളഞ്ഞുകൊണ്ടുള്ള ഒരു തിരച്ചിലിലേക്ക് ഇപ്പോൾ സൈന്യവും കടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായിട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇത്തരത്തിൽ ഈ പാകിസ്ഥാന്റെ ഒരു ജവാനെ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ രാജസ്ഥാനിലെ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നിന്നാണ് ഈ തിരച്ചിലിനിടെ ഇയാളെ പിടികൂടിയത്. പ്രധാനമായും BSF ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. ഇയാളെ വിട്ടുകിട്ടുന്നതിനാവശ്യമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യ ഇയാളെ കരുവാക്കിയേക്കും എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാനമായും നേരത്തെ BSF ജവാനെ പാകിസ്ഥാൻ സൈന്യം പിടിച്ചെടുക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇന്ത്യ മുന്നോട്ട് വന്ന സമയത്ത് നിസ്സഹകരണം ഒരു സമീപനമായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ വീണ്ടും ഇതൊരു ചർച്ചാ വിഷയമാകുന്ന ഒരു സാഹചര്യം തന്നെയാകും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ പാകിസ്ഥാൻ മറ്റു രാജ്യങ്ങളുമായി, പ്രധാനമായും പാകിസ്ഥാനുമായി സൗഹൃദമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യയെ അനുനയിപ്പിക്കണമെന്നൊരു അപേക്ഷയും നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ ഇൻ്റലിജൻസ് വിഭാഗമൊക്കെ തന്നെയും
വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും വിവിധ രാജ്യങ്ങളുമായി ഇതിനോടകം തന്നെ പാകിസ്ഥാൻ സംസാരിച്ചിട്ടുണ്ട്. US-നോടക്കം നേരത്തെ സംസാരിച്ചിരുന്നു. അതേസമയം ഭീകരവാദത്തിനെതിരെ ശക്തമായി ഇന്ത്യക്കൊപ്പം നിലനിൽക്കുമെന്നുള്ള കാര്യമാണ് അമേരിക്കയും അതോടൊപ്പം റഷ്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസവും അവരുടെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വിവിധ രാജ്യങ്ങളുമായി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും മറ്റു രാജ്യങ്ങളുമായി സഹായം തേടുന്ന ഒരു സമീപനമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകാൻ ഏതു സമയം സജ്ജമാണ് എന്നുള്ളത് നാവികസേനയും കരസേനയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതോടൊപ്പം ഇത്തരത്തിൽ അന്വേഷണവുമായി NIA മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പ്രധാനമായും ഈ പ്രാദേശിക തലത്തിൽ നിന്നുള്ള ഈ ഭീകരർക്ക് കൃത്യമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ NIA ശേഖരിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ പഹൽഗാമിൽ ഈ ആക്രമണം നടക്കുന്ന തൊട്ടു ദിവസങ്ങൾക്ക് മുമ്പേ ഒരു വ്യാപാരികമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ NIA കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇയാൾ ഈ ഭീകരാക്രമണം നടക്കുന്ന സമയത്തൊക്കെ തന്നെയും കടകൾ തുറക്കുകയും പിന്നീട് ആ നിമിഷം മുതൽ ഇത്രയും ദിവസമായിട്ടും കടകൾ തുറന്നില്ല എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്യുകയും അയാളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ അനന്ത്നാഗിലും കുൽഗാം മേഖലകളിലൊക്കെ തന്നെയും ഈ പ്രാദേശിക തലത്തിലുള്ള സഹായങ്ങൾ ഭീകരർക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് NIA നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായും ഏപ്രിൽ 15 കൂടിയാണ് ഇത്തരത്തിൽ ഭീകരർ ഈ പഹൽഗാമിലേക്ക് എത്തുകയും പിന്നീട് പ്രാദേശിക തലത്തിൽ നിന്നുള്ള നിരവധിയായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നേരത്തെ NIA കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ മേഖലയിൽ നിന്ന് വെടിവെപ്പുണ്ടായിട്ടുള്ള മേഖലയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള വെടിയുണ്ടകളുടെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ വിദഗ്ധ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ഒരു റിപ്പോർട്ട് ഉടൻ ലഭ്യമാകുമെന്ന് തന്നെയാണ് NIAയും കരുതുന്നത്. ഇത്തരത്തിൽ സജീവമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കും അതോടൊപ്പം അന്വേഷണങ്ങളിലേക്കും ഇന്ത്യ കടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം പ്രാദേശിക തലത്തിലുള്ള ഇടപെടലുകൾ, സഹകരണം, സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നത് ഇതിൽ നിർണായകമായ ഒരു സംഗതിയാണ്. അങ്ങനെയെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും പഹൽഗാം ആക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് കേന്ദ്രം സ്വയം സംബന്ധിച്ച ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രാദേശികമായ പിന്തുണ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ഒപ്പം ശ്രീനഗർ കേന്ദ്രീകരിച്ച് ഭീകരാക്രമണം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ്, ഇന്റലിജൻസ് മുന്നറിയിപ്പ് ചുരുങ്ങിയ മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ചു എന്ന ഒരു വിവരം കൂടി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പഹൽഗാമിൽ ഇങ്ങനൊരു ഭീകരാക്രമണം എന്നതിൽ മുന്നറിയിപ്പൊന്നുമില്ല, ശ്രീനഗർ കേന്ദ്രീകരിച്ച് എന്നതാണ്. ഒപ്പം അറിയേണ്ടത് അതിർത്തികളിൽ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി. 9ാമത്തെ ദിവസവും ഇന്ന് 10ാമത്തെ ദിവസമാണ്. തുടർച്ചയായ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പാകിസ്ഥാൻ. അന്ന തീർച്ചയായും ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇൻ്റലിജൻസ് വിഭാഗം വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. പ്രത്യേകിച്ചും ശ്രീനഗർ കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തികൾക്ക് ആസൂത്രണം ചെയ്തിരുന്നത് എന്നുള്ള ഇൻ്റലിജൻസ് വിവരമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ഈ മേഖലകളിലൊക്കെ തന്നെയും തിരച്ചിൽ നടന്നിരുന്നുവെങ്കിൽ പഹൽഗാമിലേക്ക് പിന്നീട് ഈ ഭീകരാക്രമണം മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഇത്തരത്തിൽ നയതന്ത്ര വിദഗ്ധരും അതോടൊപ്പം ഇൻ്റലിജൻസ് വിഭാഗവും വ്യക്തമാക്കുന്നത് ഒരു പ്രദേശത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും മറ്റൊരു ഈ സൈന്യത്തിൻ്റെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെയും ശ്രദ്ധ ഒരു മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുകയും അതേസമയം മറ്റൊരിടത്ത് ഭീകരാക്രമണം നടത്താനുള്ള ഒരു തന്ത്രമായിരുന്നു ഈ ഭീകരരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത്തരത്തിലൊരു തന്ത്രമാണ് ഇവർ പ്രയോഗിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിൽ കേന്ദ്രത്തിന് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇൻ്റലിജൻസ് വിഭാഗം കൈമാറിയിട്ടുണ്ട്. അത്തരത്തിലുള്ള തുടർ നടപടികൾ കേന്ദ്ര സർക്കാർ എടുത്തില്ല എന്നുള്ളത് കേന്ദ്രത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വീഴ്ചയായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് കേന്ദ്രം തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ വീഴ്ച ഈ ഭീകരാക്രമണത്തിലും അതോടൊപ്പം ഭീകരാക്രമണത്തിന് പിന്നാലെയും വലിയ വീഴ്ച സുരക്ഷാ ക്രമീകരണങ്ങളിലും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതും ഏറ്റവും ആശങ്കാജനകമാണ്.
എന്തായാലും നിലവിൽ ഇപ്പോൾ ഭീകരർക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ അനന്ത്നാഗ് മേഖലയിലും കുപ്വാര അഗ്നൂർ മേഖലകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള തിരച്ചിൽ NIA-യുടെയും അതോടൊപ്പം മറ്റു സുരക്ഷാ ഏജൻസികളുടെയും നേതൃത്വത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പാക് പ്രകോപനം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും 10ാം ദിവസമായിട്ടും ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രകോപനപരമല്ലാത്ത രീതിയിലുള്ള പ്രതിരോധം പാകിസ്ഥാൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടുതൽ ആയുധങ്ങളൊക്കെ തന്നെയും ശേഖരിക്കുന്ന ഒരു നടപടികളിലേക്കും ഇപ്പോൾ സൈന്യം കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ 6 കിലോമീറ്റർ ദൂരത്തിൽ പോർട്ടബിൾ ആയിട്ടുള്ളത്, മാൻ പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈനികർക്ക് കയ്യിൽ കൊണ്ടുപോയി വിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അത്രയും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള മിസൈലുകളൊക്കെ തന്നെ വാങ്ങുന്നതിനുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ട്. 85ഓളം മിസൈലുകളും അതോടൊപ്പം 48 നൈറ്റ് വിഷൻ സൈറ്റുകൾ തുടങ്ങിയിട്ടുള്ള ഒക്കെ തന്നെ ആയുധങ്ങളും ശേഖരിക്കുന്ന നടപടികളിലേക്കും ഇന്ത്യ കടന്നിട്ടുണ്ട്. അതോടൊപ്പം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നടപടികളും ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ്. അതേസമയം പഹൽഗാമിലും അതോടൊപ്പം മറ്റു മേഖലകളിലൊക്കെ തന്നെയും അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ്റെ ഒരു പ്രകോപനവും നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തിരിച്ചടിക്കേണ്ടി വന്നാൽ ഈ സമയം നോക്കാതെ തിരിച്ചടിക്കാമെന്ന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ സൈനിക മേധാവികൾക്ക് അതിന് അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ സൈനിക മേധാവികളോട് അവരുടേതായ ഇടപെടൽ നടത്തിക്കൊള്ളാനുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കുകയാണ് മോദി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദി യോഗം ചേർന്ന് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എന്നത് തന്നെയാണ് റഷീദ് ആശ്വാസകരമായ കാര്യം. കാരണം പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയാണ് കൃത്യമായി ഉണ്ടായത് എന്നത് വ്യക്തമായ സാഹചര്യത്തിൽ, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അത് അംഗീകരിച്ച സാഹചര്യത്തിൽ, കുറ്റം സംബന്ധിച്ച സാഹചര്യത്തിൽ ഇനി വേണ്ടത് രാജ്യസുരക്ഷയ്ക്ക് കൃത്യമായ ഇടപെടലുകൾ ആണ് എന്നതാണ്. തീർച്ചയായും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു കൂട്ടം മനുഷ്യരുടെ യാതൊരു തെറ്റും ചെയ്യാത്ത, പ്രതിരോധത്തിന് മാർഗങ്ങളില്ലാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത മനുഷ്യരാണ് ഈ അവസരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ വേദന അനുഭവിക്കേണ്ടി വരുന്നത്, സംഘർഷം നേരിടേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. തീർച്ചയായും അതിൽ കേന്ദ്ര ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്നതാണ്. അന്വേഷണ സംഘം കൃത്യമായ ഇടപെടൽ നടത്തി വളരെ വേഗം ആരാണ് ഭീകരാക്രമണത്തിന് പിന്നിൽ എന്നതിലേക്കും ഭീകരവാദികളെ പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാകുമെന്നുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുമാണ് റഷീദ് പങ്കുവയ്ക്കുന്നത്.